ബഹുമാനമുള്ളവരെ, നമ്മൾ വെറുതെ ഇങ്ങോട്ട് നിന്ന് സൃഷ്ടിച്ചു വിട്ടതല്ല. അള്ളാഹ് ചോദിക്കുന്നുണ്ടോ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ അന്നകും ഇലൈനാ ലാ ലോകത്തേക്ക് നിങ്ങളെ ഞാൻ വെറുതെ പടച്ചതാണെന്ന് ചിന്തിക്കുന്നോ എന്ന് നിങ്ങൾ കരുതുകയാണോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അതിനകത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കണം, അല്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമി ലോകത്ത് നാം ചെയ്തു തീർക്കേണ്ടതുണ്ട്. എന്റെ ബഹുമാനമുള്ളവരെ, ഒരു കാര്യം പറയാം, അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കൂടി പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കണ്ണ് തന്നെ നമുക്ക് എടുത്തു നോക്കാം. നമ്മുടെ കണ്ണ്, ആ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വിലയറിയൂ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനാൻ അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. എന്താ സഹോദരങ്ങളെ, ചിന്തിച്ചോ, അല്ലാഹ് പറയുകയാണ് അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ അലം നജ്അൽ ലഹു ഐനൈൻ. നിങ്ങൾക്ക് രണ്ട് കണ്ണുനാമ തന്നിട്ടില്ലേ, വലിസാന നാക്കിനെയും തന്നിട്ടില്ലേ. എന്നാൽ എന്റെ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് നൽകിയ കണ്ണുണ്ടല്ലോ, ഓ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്നത് എവിടെയെന്നറിയോ, അന്യ പെണ്ണിന്റെ തുടിപ്പുള്ള വെളുപ്പുള്ള പാവങ്ങളിലേക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള കണ്ണുകൊണ്ട് നോക്കുന്നത് ചെറുപ്പക്കാരാ. എടാ പൊന്നുമോനെ, അത് ഹറാമിയത്തിന്റെ നോട്ടമല്ലേ, അതല്ലാഹ് ഇഷ്ടപ്പെടാത്ത നോട്ടമല്ലേ. അല്ലാഹു തആല നമുക്ക് സുന്ദരമാക്കപ്പെട്ട കണ്ണുകൾ എന്തിനെന്നറിയോ, ഈ ഭൂമി ലോകത്തുള്ള ഈ അന്ധകടാങ്ങളെ ചുറ്റിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചൊന്ന് ഓർക്കാനാണ്. ആകാശത്തിലേക്ക് നീ എന്ന് നോക്കുമോനെ, ആകാശത്തെ ചുറ്റിച്ചിരിക്കുന്ന ഏത് രീതിക്കാട്, ആ കടലിലേക്ക് നീ എന്ന് നോക്കുമോനെ, ആ കടൽ അല്ലാഹു തആല പരിപാലിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ് നിനക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു തആല സുന്ദരമാക്കപ്പെട്ട കണ്ണ് തന്നപ്പോ ആ കണ്ണുകൊണ്ട് ഒരു അശ്ലീലമായിട്ടുള്ള സിനിമാ പോസ്റ്ററിലേക്ക് നീ നോക്കല്ല് കേട്ടോ, വൃത്തികേടിലേക്ക് നീ നിന്റെ കണ്ണിനെ താഴ്ത്തിക്കല്ല് കേട്ടോ. അല്ലാഹ് പറയുന്നു അലം നജ്അൽ ലഹു ഐനൈൻ. എന്തിനാണ് അല്ലാഹു തആല കണ്ണിനെ കുറിച്ച് പറയുന്നു എന്നറിയോ? ഈ കണ്ണിനാ നിങ്ങൾക്ക് തന്നിട്ട് ഈ കണ്ണിന് പകരം നിങ്ങൾ എനിക്ക് എന്താ ചെയ്യുന്നത്? അല്ലാഹു തആല സുന്ദരമാക്കപ്പെട്ട കണ്ണ് തന്നു, ഈ കണ്ണുകൊണ്ട് നാം എന്താണ് ചെയ്യുന്നത്? കണ്ണുകളും പാദങ്ങളാണോ, പൂർണ്ണനിലാവാണോ, മനസ്സകമിൽ മായുന്ന പൂന്തണിയാണോ, അജബോ എന്നറിയോ സ്നേഹപ്പൻ താരകമാണോ, പുണ്യനില പൂമുള്ള പൂത്തുവിശു കാറ്റുള്ള പൂമരമോ പൂന്തന്നല് പൂർണ്ണനിലാവോ നബിയോ ചെയ്തവർ തങ്ങള് മുസ്തഫയാണോ. ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി തങ്ങൾ പോലെ സഹാബാക്കളെ ഒരു വേള വിളിച്ചുകൊണ്ട് പറഞ്ഞത്, സഹാബത്തേ, നിങ്ങൾക്ക് അല്ലാഹു തആല കണ്ണെന്നല്ലോ, ആ കണ്ണിന് പകരമെങ്കില അല്ലാഹ്ക്ക് വേണ്ടി ഒന്ന് ഇബാദത്ത് ചെയ്യ് സഹാബത്തേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി വലിസാനം വശഫതൈൻ. സുന്ദരമാക്കപ്പെട്ടൊരു നാട് തന്നല്ലോ, രണ്ട് ചുണ്ടുമ തന്നല്ലോ. ചുണ്ടില്ലെങ്കിൽ നമ്മുടെ കോലം നല്ല രസമായിരിക്കും അല്ലേ? ചുണ്ടില്ലെങ്കിൽ നമ്മുടെ കോലം വല്ലാത്ത രസമായിരിക്കും.
സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ ചെയ്യുന്നത്? അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യലാണ്, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യലാണ്. അതിന് ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞു എന്താണ്? അതാ പൊന്നുമോനെ, നീ നമസ്കാരം മുറപോലെ നിർവഹിച്ചു. അത് അല്ലാഹു തആല എന്റെ ശരീരത്തിന് ചെയ്ത അനുഗ്രഹങ്ങളുടെ ഒരു അംശമെന്തുമായി മാറും. അത് മൊത്തമായി മാറൂന്നല്ല, മൊത്തമായിട്ട് മാറൂന്നല്ല. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചെയ്തിട്ടുള്ള ഒരു അനുഗ്രഹത്തിന്റെ ഒരല്പമായി മാറുമെന്നാണ് ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, أن من حافظ على الصلاة أكرمه الله تعالى بخمس خصال. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നമസ്കാരത്തെ യഥാർത്ഥമായിട്ട് സൂക്ഷിച്ചവന് 5 കാര്യങ്ങൾ കൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവനെ ബഹുമാനിക്കും. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, യർഫഉ അൻഹു ലിഖൽ ഐസ്. അവന്റെ ജീവിതത്തിൽ നിന്നും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കുടിസാക്കപ്പെട്ട് എല്ലാ പ്രയാസങ്ങളെയും അങ്ങ് മാറ്റിക്കളയും. ബഹുമാനമുള്ളവർ, ഇന്നിപ്പോ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ ഒന്നുകിൽ നമുക്ക് പനി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അസുഖം, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്ക് അസുഖം, ഇങ്ങനെ തുടങ്ങിയുള്ള പലർക്കും അസുഖമായി മാറുന്നു. എന്താണ് കാരണം? കാരണം എന്താ? നമുക്ക് നമസ്കാരമില്ല. നമ്മുടെ വീട്ടിൽ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല, അല്ലാഹുവിനെ കുറിച്ചൊരു ചിന്തയില്ല. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്തൊരു വയറുവേദനയാണ്. ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലാത്ത ഒരു നിമിഷം നമുക്കാർക്കും വേണ്ട. വാഹനത്തിൽ കയറിയാലും ഇരിക്കുന്ന ഇരിപ്പിടത്തിലായിരുന്നാലും ഈ സമയത്ത് ഇവിടെ നമ്മൾ ഇരുന്നു കൊണ്ട് വാള് കേൾക്കുമ്പോഴായിരുന്നാലും ഒക്കെ അല്ലാഹ് എന്നുള്ളൊരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വേണം. അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്തൊരു വയറുവേദനയാണ്, വല്ലാത്ത വയറുവേദന. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ, അല്ലാഹുവേ, എനിക്ക് വല്ലാത്ത വയറുവേദന, എനിക്ക് എന്തെങ്കിലും ഒരു വഴി അവിടെ നിന്ന് കാട്ടിപ്പറഞ്ഞ അല്ലാഹ് എന്ന് 2 പിടിച്ചുകൊണ്ട് സിട്ടാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ അല്ലാഹു തആല പറഞ്ഞു, മൂസ, കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു മരുഭൂമി കാണാം, അവിടെ ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ ഇല നീ പറിച്ചുകൊണ്ട് ബിസ്മിയും പറഞ്ഞുകൊണ്ട് നീ കഴിക്കുക. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടേക്ക് ചെന്നു. ആ ചെടിയുടെ ഇല പറിച്ചു കഴിച്ചു. വയറ്റിന്റെ വേദന മാറി, അസുഖം മാറി. എന്നാൽ കുറെ കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ അസുഖം വന്നു. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നേരെ ഓടുകയാണ്. എവിടേക്കാണ് ഓടുന്നതെന്നറിയോ? ആ മണലാരണ്യത്തിലേക്കാണ് ഓടുന്നത്. ആ മണലാരണ്യത്തിലേക്ക് ചെല്ലുന്ന ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞു കൊടുത്ത ഇലയുണ്ടല്ലോ, ആ ഇലയങ്ങ് പറിച്ചു കഴിക്കുന്നു. തത്സമയം അവിടെ നിന്ന് വയറുവേദന കൂടുന്നു. ആദ്യം അല്ലാഹു തആല പറഞ്ഞു, ആ ഇല നീ എടുത്ത് കഴിച്ചാൽ നിന്റെ രോഗം മാറുമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് എടുത്ത് കഴിച്ചു, രോഗം മാറി. 2ാമത്തെ പ്രാവശ്യം ഒന്നും മിണ്ടിയ ഒറ്റപ്പോക്കാണ് ഇവിടേക്ക് മരുഭൂമിയിലേക്ക്. അവിടെ ചെന്നിട്ട് ഇലവറുത്ത് ഭക്ഷിച്ചു. വയറുവേദന കൂടി, വല്ലാത്ത വയറുവേദന. നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നും വയ്യ. കിടക്കുമ്പോ തോന്നും ഇരിക്കാന്ന്, ഇരിക്കുമ്പോ തോന്നും നിൽക്കാമെന്ന്. ഇങ്ങനെയുള്ള വല്ലാത്തൊരു വേദലാതി ഒരാവലാതി കടന്നുകൂടിയപ്പോൾ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പഴയ ശീലം തുടങ്ങി. അല്ലാഹുവിലേക്ക് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹ്, എനിക്ക് വല്ലാത്ത വയറുവേദനയാണ്, എനിക്ക് വല്ലാത്ത വേദനയാണ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. അതുകൊണ്ട് തമ്പുരാനേ, എന്റെ വയറുവേദന നീ എന്ന മാറ്റല്ല എന്ന് കരഞ്ഞുകൊണ്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹ് പറയുന്നു, മൂസ, നീ എന്നോട് വാക്ക് പറയാൻ
മാറാതെ നിന്റെ ലോകമായില പറിച്ചു കഴിച്ചാൽ മാറുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് ആയില നീ പറിച്ചു കഴിച്ചല്ല മൂസ. അതുകൊണ്ട് മൂസ ആയിലയോട് നിന്റെ രോഗത്തെ മാറ്റിത്തരാ നീ പറഞ്ഞോ മൂസ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞപ്പോൾ വിഷമം കൂടി. വല്ലാത്ത വേദന, വല്ലാത്ത പ്രയാസം, കരഞ്ഞുപോയി, സങ്കടപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചു. ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗത്തെ മാറ്റിക്കൊടുത്തു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ സദാ സമയത്തും അള്ളാഹുവിനെ കുറിച്ചൊരു ചിന്ത വേണം. നമുക്ക് എന്തെങ്കിലും കുറച്ചൊരു സൗഭാഗ്യമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ വേണ്ടത് അള്ളാഹു ആണല്ലോ, എനിക്ക് ഇത്രത്തോളം സൗഭാഗ്യം എനിക്ക് തന്നിട്ടുള്ളത്, അൽഹംദുലില്ലാ. നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അൽഹംദുലില്ലാ എന്റെ മക്കൾ ഇവിടെ കൊണ്ടെത്തിച്ചത് അള്ളാഹു ആണല്ലോ. അതേപോലെ തുടങ്ങിയുള്ള മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ചിന്ത വേണം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ അങ്ങനെ ചിന്തിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒന്നാമതെന്താ, ഒരാൾ യഥാർത്ഥമായിട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നിന്നും പ്രയാസങ്ങളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അങ്ങ് മാറ്റിക്കളയും. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശദീകരിക്കാനുള്ള സമയമില്ല. രണ്ടാമതായിട്ട് പറയുകയാണ് വഅദാബൽ ഖബരി, ഖബറിന്റെ അദാബിൽ നിന്നും അവനെ കാത്തുരക്ഷിക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്തെങ്കിലൊന്ന് ചൊല്ലി. നമുക്ക് വേണ്ടത് സ്വലാത്താണ്. സ്വലാത്തിന്റെ സദസ് തന്നെയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി അഹ്ലി ബൈത്തി സല്ലം. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്തിനെ പുന്നാര റസൂലുള്ളാഹി തങ്ങളുടെ റൗള ശരീഫിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നീ ഖൈർ ചൊരിയണം അല്ലാഹ്. അപ്പോ സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഒരാൾ യഥാർത്ഥമായിട്ട് നമസ്കാരത്തെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അദാബൽ ഖബർ, അവന്റെ ഖബറിന്റെ അദാബിൽ നിന്നും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവനെ കാത്തുരക്ഷിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയെ കൊണ്ടുവച്ചപ്പോഴും അതേ കണക്കുള്ള ഓരോരോ മഹദികളെയും മഹാന്മാരെയും കൊണ്ട് കബറിലേക്ക് വെക്കുന്ന സമയത്ത് അവരൊക്കെ പൊട്ടിക്കറിഞ്ഞു പോയില്ലേ? നിങ്ങൾക്കറിയുമല്ലോ, നമ്മുടെ കരളിന്റെ കാതലായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സൈനബിനെ കൊണ്ട് കബറിലേക്ക് അങ്ങ് വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിയെന്ന് കരയുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, എന്തിനാ അവിടുന്ന് കരയുന്നത് നബിയേ? എന്തിനാണ് വേദനപ്പെടുന്നത് നബിയേ? എന്തിനാണ് പ്രയാസപ്പെടുന്നത് നബിയേ എന്ന് ചോദിക്കുന്ന സമയത്തോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, അല്ലയോ സഹാബത്തേ, എന്റെ പ്രിയപ്പെട്ട പുന്നാരമകള് സൈനബിനെ കൊണ്ട് കബറിലേക്ക് അങ്ങ് വെച്ചപ്പോ കബറുണ്ടല്ലോ, എന്റെ പൊന്നുമകളെ വന്ന് കെട്ടിപ്പിടിച്ചു സഹാബത്തേ, എന്റെ പൊന്നുമോക്കുള്ള വാരിയല്ലുകൾ ഇങ്ങനെ കോർക്കുന്ന സൗന്ദര മനുഷ്യരല്ലാത്ത ബാക്കിയല്ല, മൃഗങ്ങളും സസ്യലതാദികളുമെല്ലാം കേട്ടുപോയി സഹാബത്തേ. അത് കേട്ടുകൊണ്ടാണ് ഞാൻ കരയുന്നത് സഹാബത്തേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞെങ്കില എന്റെ പ്രിയമുള്ള സ്വരപ്പെട്ടാരാ സഹോദരങ്ങളെ, അവിടുന്ന് പറയാൻ നിനക്ക് നമസ്കാരമുണ്ടോ? നിന്റെ ഖബറിന്റെ അദാബിൽ നിന്നും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിന്നെ കാത്തുരക്ഷിക്കും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുവാൻ മൂന്നാമതായി പറയുന്നു, യഅ്തിഹില്ലാഹു കിതാബഹു ബിയമീനിഹി. നാളെ മഹ്ശറ വൻസഭയിലേക്ക് ചെല്ലുന്ന സമയത്ത്
നിന്റെ നന്മ തിന്മകൾ എഴുതിയ കിതാബുകൾ നിന്റെ ഇടം കൈയിലും വലം കൈയിലും തരും. എന്നാൽ ആദ്യമായിട്ട് നിന്റെ കയ്യിലേക്ക് തരുന്നത് നിന്റെ വലം കൈയിലേക്ക് തന്നെയായിരിക്കും. അത് ആർക്കാണ് വലം കൈയിലേക്ക് കിതാബ് കൊടുക്കുന്നത്? റബ്ബുൽ-ഇസ്സത്തായ തമ്പുരാനുക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കാൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരുന്ന ഉസാറായിട്ട് മുന്നോട്ട് വരും. ഇന്നത്തെ എങ്ങനെയാണ്? ഫത്ഹുൽ മുഈനിൽ ഒരു ബൈത്ത് പറയുന്നുണ്ട്, തുസല്ലി ബിലാ ഖൽബി സലാത്തൻ ബിമിസ്ലിഹാ വഖൂലുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഖൂബതി. ചില ആളുകൾ നമസ്കരിക്കാറുണ്ട്. ഈ നമസ്കരിക്കുമ്പോ എത്ര റക്അത്തുകൾ ആയെന്ന് പോലും അവനൊരു ചിന്തയില്ല. അവനിങ്ങനെ കുനിയുന്നു, ഇമാം അങ്ങോട്ട് പോകുന്നു, അവനും പോകുന്നു, ഇമാം എഴുന്നേക്കുന്നു, അവനും എഴുന്നേക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ നമസ്കരിക്കുന്നവരുടെ കാര്യം അതവനക്ക് നരകമാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഅതൂന സലാത വഹും കുസാലാ ഫയഅതൂനൽ മനാകിറ ഫീ നസാതി فيعطون الصلاة وهم كسالى. ഫത്ഹുൽ മുഈനിൽ നമസ്കാരത്തിന്റെ പാഠം പറഞ്ഞിട്ടുണ്ട്. ഈ ബൈത്ത് പറയുന്നുണ്ട് എങ്ങനെ അവൻ നമസ്കാരത്തിന് വേണ്ടിയിട്ട് വരുമ്പോ വളരെയേറെ അലസനായിട്ടാണ് വരുന്നത്. എന്നാലോ മറ്റുള്ള വെറും വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? വളരെ ഉന്മേഷത്തോടു കൂടിയാണ്. കള്ളു കുടിക്കാൻ വേണ്ടിയാണ്. എത്ര സ്പീഡാവുന്നത് കട അടയ്ക്കൂന്ന് പറഞ്ഞിട്ട് അല്ലേ? അതുകൊണ്ടാ പറയുന്നല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നല്ല രീതിക്ക് നീ നമസ്കാരം നിർവഹിച്ചവനാണോ എന്നാൽ നിന്റെ നന്മകൾ എഴുതിയ കിതാബ് നിന്റെ വലത് കയ്യിൽ തരും. നാലാമതായിട്ട് പറയാണ് സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലം മിന്നൽ വേഗത്തിൽ അവനെ ഞാൻ കടത്തും. അഞ്ചാമതായിട്ട് പറയാണ് ഒരു ചോദ്യവുമില്ലാതെ അവനെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ നമസ്കാരം എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകണം. അതുപോലെ ഈ നമസ്കരിക്കുന്ന എന്തിനു വേണ്ടിയാ? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയ്ക്ക് വേണ്ടിയാ. കണ്ണുനീരോടെ മലം തൂകും നബിയേ കനിവോ പൂനിലാവോടൊത്തവർ ചെയ്തോരേ അമ്പിളി പൊൽത്താരമായി കാണിഞ്ഞതാണോ പൂർണ്ണ ചെയ്തവരവലന്തരം തോറന്നതാണോ? എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, മൻ തഗാബന അനിസ്സലാ അഖബഹുല്ലാഹു ബിഖംസ അശറത ഉഖൂബാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കാതെ നമസ്കാരം ഉപേക്ഷിക്കുന്നവനാരാ അവന് 15 ശിക്ഷകൾ കൊടുക്കുന്നതാണ്. അതിൽ 5 ഇവിടെ വെച്ച് തന്നെ കിട്ടുന്നു, 3 മരണവേളയിൽ കിട്ടുന്നു, 3 കബറിനകത്ത് നമ്മളെ കൊണ്ടുവെക്കുമ്പോൾ കിട്ടുന്നു, പിന്നെ 3 എപ്പോഴാണ് കബറിൽ നിന്നും അവനെ പുനർജീവിപ്പിക്കുന്ന ആ സമയത്ത് ഇങ്ങനെയുള്ള 15 ശിക്ഷകളോ നമസ്കരിക്കാത്തവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഒന്നാമതായിട്ട് പറഞ്ഞു. എന്താ? അവന്റെ ജീവിതത്തിലുണ്ടല്ലോ യാതൊരു മറക്കത്തും ഉണ്ടാവില്ല. ഏത് സമയം നോക്കിയാലും രോഗമാണ്. ഒന്നുകിൽ അവനിക്ക് രോഗമാണ്, അല്ലെങ്കിൽ അവന്റെ മക്കൾക്ക് രോഗമാണ്, അല്ലെങ്കിൽ അവന്റെ ബന്ധുമിത്രാദികൾക്ക് രോഗമാണ്. ഏത് സമയത്തും അവനിക്ക് രോഗമാണ്. കാരണം എന്താ? അവന്റെ ജീവിതത്തിൽ നിന്നും അല്ലാഹു തആല ബറക്കത്തിനെ ഊരിക്കളഞ്ഞല്ലോ. രണ്ടാമതായിട്ട് പറയുന്നു من وجهه
അവന്റെ മുഖത്തു നിന്നും സാലിഹീങ്ങളുടെ ലക്ഷണമെന്ന് ഊരിക്കളയുകയാണ്. മൂന്നാമതായി പറയുന്നു കുല്ലു അമലി യഅമലുഹു ലാ യഅ്ജുറുല്ലാഹു അലൈഹി. അവൻ നമസ്കരിക്കാതെ ഏത് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, അതിനുള്ള കൂലി റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന് കൊടുക്കില്ല. വറാബിഅത്തു നാലാമതായിട്ട് പറയാറ് ലാ യർഫഉ ലഹു ദുആഉൻ ഇലസ്സമാ. എടാ നീ നമസ്കരിച്ചിട്ടില്ല എങ്കില്ല, നീ ഇനി എത്രത്തോളം പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നാലും ശരി തന്നെ, നിനക്കവിടെ സ്ഥാനമില്ല. നിന്റെ ദുആ അവിടുന്ന് ഉയർന്ന അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. ചുരുക്കിയാണ് സഹോദരങ്ങളെ പറയുന്നത്. അഞ്ചാമതായിട്ട് പറഞ്ഞു എന്താ, ലൈസ ലഹു ഹഖ്ഖുൻ ഫീ ദുആഇ സ്സാലിഹീൻ. സാലിഹീങ്ങൾ വെട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ വിഷമത്തോട് കൂടിയിട്ട് അവർ അല്ലാഹുവിലേക്ക് ചോദിക്കുമ്പോ നിനക്കവിടെ സ്ഥാനമില്ല മോനെ. കാരണമെന്താ, നീ നമസ്കരിക്കാത്തവനല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അടുക്കളക്കകത്ത് നിങ്ങൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനിയങ്ങ് മുഴങ്ങുമ്പോ നിങ്ങളുടെ പണി ഇങ്ങനെ തീരാതെ വീണ്ടും വീണ്ടും സമയം ഇങ്ങനെ കൂട്ടിയിട്ടാ പിന്നെ നമസ്കരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോ അസറിന്റെ സമയമെത്തുമ്പോഴും ഇതേപോലെ പറയുന്ന പെണ്ണേ, അതാ അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. ദൂരം കേട്ടില്ല ഉമ്മ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയാ, നിനക്ക് രക്ഷപ്പെടണോ, നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വിജയിക്കണോ, നീ നമസ്കാരമുള്ളവനായിട്ട് മാറുക. എന്നാലോ നബിതങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ മൂന്നെണ്ണം എപ്പോഴാണ് മരണസമയത്താണ്. അതിൽ ഒന്നാമതായിട്ട് പറയാ, അവൻ മരണപ്പെടുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് വല്ലാത്ത നിസാരനായി കൊണ്ടായിരിക്കും അവൻ മരണപ്പെടുന്നത്. രണ്ടാമത് എനിക്ക് വല്ലാത്ത വിശപ്പായിരിക്കോ, എത്ര കിട്ടിയാലും അവന്റെ വിശപ്പ് മാറില്ല. അവൻ വല്ലാതെ വെള്ളം താഴ്ച്ചുകൊണ്ട് അവൻ മരിച്ചു പോകുന്നു. ഈ ദുനിയാവിന്റെ സമുദ്രങ്ങളിലുള്ള എല്ലാ ജലങ്ങളും അവന്റെ വായിച്ചകത്തേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ പോലും അവന്റെ ദാഹം അവിടെ നിന്ന് മാറുന്നില്ല. അത്രത്തോളം ദാഹത്തോട് കൂടിയായിരിക്കും അവൻ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുന്നത്. എന്നാലോ സഹോദരങ്ങളെ, ഇനി കബറിൽ വെച്ച് കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ? ആ കബറിൽ വെച്ച് കിട്ടുന്ന ശിക്ഷ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യലീഖു അലൈഹിൽ ഖബറു ഹത്താ തഖ്തരിഫ അംലാഉഹു. ഈ ദുനിയാവിൽ വെച്ച് നമസ്കരിക്കാത്തവനാണെങ്കിൽ അവന്റെ ഭാര്യല്ലുകളെ കോർക്കത്തക്കവെന്നോ അവന്റെ കബറിൽ വെച്ച് കൊണ്ടവൻ എടുക്കുമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കയാ. രണ്ടാമതെന്തെന്നറിയോ, യൂഖദു അലൈഹിൽ ഖബറു നാറാ وتقلبوا على الجمر ليلا ونهارا. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആ കബറിനകത്തിട്ടുകൊണ്ട് വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് മറിക്കുകയാണ്. ആ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീയുണ്ടല്ലോ, ആ പിന്നെ കബറിൽ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീ, ആ തീക്കകത്തിട്ട് അവനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കറക്കുമ്പോ അവൻ വേദന കൊണ്ട് വിളിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമതോ യുസല്ലത്തു അലൈഹി ഫീ ഖബരിഹി ഫഅബാ ഇസ്മുഹു സുജാഉൽ ലഖറ. നമസ്കരിക്കാത്തവനാണെങ്കിലോ അവന്റെ കബറിലേക്ക് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സുജാഉൽ ലഖറ എന്ന് പറയുന്ന ഒരു പാമ്പുണ്ടല്ലോ, ആ പാമ്പിനെ അങ്ങ് നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ഐനാഹു മിന്നാർ.
ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരുപാട് പാമ്പുകളെ കണ്ട് പരിചയമുള്ളവരാണ് നമ്മൾ. പാമ്പുകളുടെ കോലമെന്തെന്ന് അറിയുന്നവരാണ് നമ്മൾ. പാമ്പിന്റെ വിഷമെന്താണെന്ന് അറിയുന്നവരാണ് നമ്മൾ. എന്നാൽ തീ കൊണ്ട് കണ്ണുള്ളൊരു പാമ്പിന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട ഖബർ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെങ്കിൽ ആ സുന്ദരമാർക്കാട് നമസ്കരിച്ചവരിക്കാണ് സുന്ദരമല്ലാത്തവരോ അത് വല്ലാത്ത ഭയാനകമായിട്ടുള്ള വീടാട്. ആ വീട്ടിന്റെ അകത്ത് കൊടുക്കുന്ന പാമ്പാട്. ആ പാമ്പിന്റെ കണ്ണിന്റെ രൂപമാണ് പറയുന്നത് അതിന്റെ കണ്ണുകൾ തീ കൊണ്ടുള്ളതാണ്. അതിന്റെ നഖങ്ങളോ ഇരുന്നു കൊണ്ടുള്ളതാണ്. അതിന്റെ നീളമോ ഒരു ദിവസത്തെ വഴിദൂരമാണ്. ഈ കല്ലിമൽ ആ പാമ്പങ്ങനെ വിളിച്ചു പറയുകയാണ്, എടാ കബറിൽ കിടക്കുന്ന മനുഷ്യ, നമസ്കരിക്കാത്ത മനുഷ്യ, നിനക്ക് വേണ്ടിയിട്ടാണ് എന്നെ ഈ കബറിനകത്തേക്ക് തമ്പുരാനിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. ഇതാണ് സഹോദരങ്ങളെ നമസ്കരിക്കാതെ ഈ ദുനിയാവിന്റെ പുറത്തു നിന്ന് ആഡംബരത്തിന്റെ വിട്ടെടുക്കൽ പെട്ടുപോയ ആഡംബരത്തിന്റെ ജീവിതത്തിൽ നീ എന്ന് ജീവിച്ചു തീർത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളികളുടെ വിനാരങ്ങളിൽ നിന്ന് വാങ്ങിന്റെ തൊഴിയെന്ന് മുഴങ്ങുമ്പോ ആ സീരിയലൊന്നങ്ങോട്ട് നിരത്തി വെച്ചിട്ട് പോയി നിനക്ക് നമസ്കരിക്കാം എന്തുകൊണ്ടാ കഴിയാതെ പോകുന്നതെന്ന ആ സമയത്ത് ആ നമസ്കാരത്തെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് സീരിയലിനാണ്. ചില ആളുകൾ ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കായിരിക്കും പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേൾക്കുന്നത്. പക്ഷെ അവരവിടെ എഴുന്നേറ്റ് പോകില്ല. ആ സംസാരമെല്ലാം കഴിഞ്ഞെല്ലാം പൂർത്തിയായതിനു ശേഷം പിന്നെ രണ്ട് ഫസാദൊക്കെ പറഞ്ഞ ശേഷമാണ് അവിടെ എഴുന്നേറ്റ് പോകുന്നത്. ആ ഒരു സ്ഥാനം പോലും, ആ ഒരു സംസാരത്തിന് സ്ഥാനം പോലും സംസാരത്തിന് കൊടുക്കാത്ത ഒട്ടധികം ആളുകളും നമ്മുടെ ഈ ഭൂമിയിലോട്ട് ജീവിച്ചിരിക്കുകയാണ്. അബുൽ-ഇസ്സത്തായ തമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാം എല്ലാം ജീവിക്കുകയാണ്. ആ സമയത്ത് അറബികളിൽപ്പെട്ട ഒരു യുവാവ് ഇങ്ങനെ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അവൻ വല്ലാത്ത കരച്ചിലാണ്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് ഫഖാല യാ റസൂലല്ലാഹ് മാത അബീ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലേ, എന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയി, എന്നേക്കുമായിട്ട് ഇവിടെ പറഞ്ഞു പോയി. വലൈസ ലഹു കഫനൻ വലാ ഗാസിൽ, എന്റെ ഉപ്പാനെ ഒന്ന് കുളിപ്പിക്കാനോ മറമാടുവാനോ ആരും തന്നെ ഇല്ല. വല്ലാത്തൊരവസ്ഥയാ നബിയെ. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയാണ്. ആരോട്? അബൂബക്കറിന്റെ ഉമറ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെയും വിളിക്കുകയാണ്. അബൂബക്കർ തങ്ങളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, അവിടേക്ക് നിങ്ങൾ പോയിക്കൊണ്ട് ഈ മനുഷ്യന്റെ പിതാവിനെ ഒന്ന് നല്ലതുപോലെ എടുത്തുകൊണ്ടൊന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ അവർ രണ്ടുപേരും അവിടേക്ക് പോയി. ആ സന്ദർഭത്തിൽ അവര് ആ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ, ആ മയ്യത്തിലേക്ക് നോക്കുമ്പോൾ കണ്ടതെന്താണ്? ഒരു കറുത്ത പന്നിയുടെ കോലമാണ് കണ്ടത്.
ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ രണ്ടുപേരും മടങ്ങിയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഫഖാല, അവർ രണ്ടുപേരും പറയുന്നു, മാ റഅയ്നാഹു ഇല്ലാ മിസ്ലൽ ഖിൻസീൽ അസ്വദി. അല്ലാഹുവിന്റെ നബിയെ, അവിടെ ഒരു കറുത്ത പന്നിയുടെ കോലമല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല നബിയേ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിന്റെ അരിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് നബി തങ്ങൾ നോക്കുമ്പോ അതേ രൂപത്തിലാണ് കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമ്പോ പഴയ കോലമാവുകയാണ്. എന്നിട്ട് ആ മനുഷ്യനിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ചു. അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആ മനുഷ്യനെടുത്തങ്ങോട്ട് മറമാറാൻ തീരുമാനിച്ചു. ആ സന്ദർഭത്തിൽ തവറിലേക്ക് ആ മനുഷ്യനെ അങ്ങെടുത്തു വെച്ചപ്പോ ആ സമയത്തും കണ്ട കാഴ്ച എന്തെന്നറിയോ? ഒരു കറുത്ത പന്നിയുടെ കോലമാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ യുവാവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ ചെറുപ്പക്കാരാ, ദുനിയാവിൽ വെച്ചുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ബാപ്പന്റെ അമല് എന്താണെന്ന് ചോദിക്കുന്നു. ആ പൊന്നുമോന് മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ബാപ്പ നമസ്കാരത്തെ ഉപേക്ഷിച്ചിരുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ സുഹാബി ഹാലമൻ തറക يبعثه الله يوم القيامة مثل الخنزير. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹാബത്തെ, നമസ്കാരം ഉപേക്ഷിച്ചവന്റെ ശിക്ഷ ഇതുപോലെയാണെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മഹ്ശറാവൻ സഭയിൽ വരുമ്പോ ഇതേപോലെയായിരിക്കും. അവനെ കറുത്ത പന്നിയുടെ കോലത്തിലായിരിക്കും അവനെ മഹ്ശറാവൻ സഭയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നുവെന്ന് നമ്മുടെ ഖൽബിന്റെ രാജാവേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് നമുക്ക് വേണ്ട. ജിന്ദഗി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജിന്ദഗി മരക്കൊമ്പിലിരുന്ന് പാട്ട് പാടുന്ന കിളിയെ പോലെയാണ് മനുഷ്യന്റെ ജീവിതം. ഏത് സമയത്തും എവിടെ വെച്ചും മരണപ്പെടാം. അതുകൊണ്ട് ആ കിളി ചിറവട്ടടിച്ചുകൊണ്ട് പറന്നു പോകും. അത് നമ്മളാണ്. എപ്പോഴാണ് മരണപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അല്ലാമ ഇഖ്ബാൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല കേട്ടതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരാ, നമുക്കിന്ന് സമയമില്ല, ഞാൻ ചുരുക്കുകയാണ്. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അമ്മീലോ ദുനിയാ തവീലം വലാ തദരീ ഇദാ ജന്ന ലൈലഹു തഈശു ഇലാ ഫജ്രി. എന്റെ പ്രിയമുള്ള സഹോദരാ, ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ആർഭാടത്തിന്റെ കുത്തൊഴുക്കിലേക്ക് പോകുമ്പോ ആനന്ദത്തിന്റെ പരദീസയിലേക്ക് നീ കാലിട്ടടിക്കുമ്പോ നീ ചിന്തിച്ചേ പൊന്നുമോനെ, നാളെ നീ ചെന്നുകിടക്കേണ്ടത് ഖബറിലാണല്ലോ. സുന്ദരമാക്കപ്പെട്ട മണിമാളികയിൽ നീ കിടന്നുറങ്ങുമ്പോ, നല്ല കട്ടിലിൽ നീ കിടന്നുറങ്ങുമ്പോ, കട്ടിലെത്തയിൽ നീ കിടന്നുറങ്ങുമ്പോ നീ ചിന്തിച്ചോ, കാടും പള്ളിക്കാട്ടി ഒരു നാളിൽ നമ്മൾ പൊന്നേ എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പൊന്നേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം നേറും ഇരുളിൽ കൂടെ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം
പേറും ഇരുളോ കൂട്ടുകാരാരും അവിടെയില്ല കബറന്ന കൂട്ടി മറ്റാരുമില്ല കൂട്ടുകാരാരും അവിടെയില്ല കബറന്ന കൂട്ടി മറ്റാരുമില്ല എന്റെ പ്രിയമുള്ള ഉമ്മ നിനക്കൊരു രോഗം വന്നാ നിനക്കൊരു ബുദ്ധിമുട്ട് വന്നാ നിനക്കൊരു പ്രയാസം വന്നാ നീ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയാറില്ലേ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോട് പറയാറില്ലേ ഇതേപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ആളുണ്ടല്ലോ എന്നാൽ രാത്രി നീ കിടക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നിനക്കൊരു രോഗം വന്ന് നീ ഒന്ന് വിളിച്ചാ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാ നിന്റെ അരികിലുണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിന്റെ അരികിലുണ്ടല്ലോ എന്നാ കൂട്ടുകാരാരും അവിടെയില്ല കബറന്ന കൂട്ടി മറ്റാരുമില്ല നിന്റെ പ്രിയപ്പെട്ട ഉപ്പയില്ലാത്ത കബറുണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയില്ലാത്ത കബറുണ്ടല്ലോ നിന്റെ ബന്ധുമിത്രാദികളില്ലാത്ത കബറുണ്ടല്ലോ ഓ കബറിൽ നീ ഏകയായിട്ട് കഴിയുമെന്നുള്ള ചിന്ത എന്തുകൊണ്ടാ പെണ്ണേ നീ മറന്നു പോയതാ ഇന്നതാ നേരം വെളുത്ത് കഴിയുമ്പോ നീ അന്വേഷങ്ങൾ കെട്ടിക്കൊണ്ടു പോകുമ്പോ സിനിമാ താരങ്ങളുടെ വേഷവിധാനം അനുകരിക്കുമ്പോ സിനിമാ താരങ്ങൾ അവരത്ത് മറക്കുന്നത് പോലെ മുഴുവൻ അവരത്തും വെളിയിൽ കാണുന്നത് പോലെ അവരത്ത് മറക്കുന്ന പെണ്ണേ ദുനിയാവ് നശ്വരമാണ് മോളെ ആഖിറത്തെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്ത വേണ്ടേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിനെ കുറിച്ച് ചിന്ത വേണേ ആ ഖബറിനെ കുറിച്ച് നിനക്ക് ചിന്ത വേണേ എന്തിനേറെ പറയുന്ന സഹോദരാ നിനക്ക് സുന്ദരമാക്കപ്പെട്ട കണ്ണു തന്നിട്ടുണ്ടല്ലോ ചെവി തന്നിട്ടുണ്ടല്ലോ നല്ല കാല് തന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ അല്ലാഹു തആല ചെയ്ത അനുഗ്രഹമാണല്ലോ പിന്നെന്തുകൊണ്ടാണ് ഈ പലിശയിലേക്ക് പോകുന്നത് പിന്നെന്തുകൊണ്ടാണ് ഈ ചൂത് കളിക്കാൻ പോകുന്നത് പിന്നെന്തുകൊണ്ടാണ് ഈ കള്ളുകുടിയിലേക്ക് പോകുന്നത് എന്റെ പ്രിയമുള്ള സഹോദര എന്റെ പ്രിയമുള്ള യുവാക്കളോട് ഞാനെന്ന് പറയട്ടെ നാളെ നേരം വെളുത്ത് കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളിയിലേക്ക് നീ ഒന്ന് പോയി നോക്കുമോനെ എത്രയോ നിന്റെ വയസ്സുള്ള ചെറുപ്പക്കാര് രണ്ട് കാലുകൾ നടക്കാൻ പോലും കഴിയാതെ വഴിയോരത്ത് കൂടി ഇഴഞ്ഞിറങ്ങി നീങ്ങുമ്പോ വഴിയിൽ വെച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോ ഒരാൾക്കുള്ള സഹായത്തോട് കൂടിയല്ലാതെ ഇപ്പുറത്തേക്കൊന്ന് മുറിച്ചു നടക്കാൻ പോലും കഴിയാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട് സഹോദര പക്ഷേ ആ സമയത്ത് നീ ചിന്തിച്ചോ എനിക്ക് കണ്ണു തന്ന അല്ലാഹ് എനിക്ക് കാല് തന്ന അല്ലാഹ് എന്റെ ശരീരത്തിനൊരു കോട്ടവും വരുത്താത്ത അല്ലാഹ് അൽഹംദുലില്ലാഹ് നാളെ നേരം വെളുത്ത് കഴിഞ്ഞിട്ട് ആ മെഡിക്കൽ കോളേജിലേക്ക് നീ ഒന്ന് പോയി നോക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ വയസ്സുള്ള എത്രയോ ആൾക്കാരാ അവിടെ മുറികളെല്ലാം കൊഴിഞ്ഞിട്ട് രോഗബാധിതയായി കിടക്കുന്നത് വല്ലാത്ത ഭയാനകമായിട്ടുള്ള അവസ്ഥയല്ലേ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അറിയുമല്ലോ ഉമ്മാക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഭാര്യയുടെ അനുജത്തിയെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്നതാ സ്വർണ്ണമെടുത്തുകൊണ്ട് മടങ്ങുന്ന സുബൈറെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിങ്ങൾ പത്രങ്ങളിൽ കൂടിയിട്ട് വായിച്ച് ചെറുപ്പക്കാരാ ദുനിയാവിന്റെ ആഡംബരത്തിന് മതിമറക്കുന്ന ചെറുപ്പക്കാരാ ദുനിയാവിന് ഇഷ്ടം വെച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമേ എന്തുകൊണ്ടോ നിനക്കല്ലാതെ ചിന്തിക്കാൻ കഴിയാതെ പോയത് അതാ ചീരിപ്പായെന്ന സൂപ്പർ മാസിന്റെ ഇടയിൽ കെട്ടുകൊണ്ട് സുബൈറെന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ യുവാവിടെ വെച്ചാ
സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് എപ്പോഴാ മരണപ്പെടാ, നീ എപ്പോഴാ മരണപ്പെടുന്നു എന്ന് പറയാൻ നിനക്ക് കഴിയേ സഹോദരാ? ഇവിടെ നിന്നതാണ് പറയുന്ന സമീർദാരിയുന്ന പള്ളിയിലേക്ക് എത്തുമെന്ന് പറയാറ് കഴിയില്ല ചെറുപ്പക്കാരാ. ഇവിടെ ഇരുന്നുകൊണ്ട് വാല് കേൾക്കുന്ന ഉമ്മമാർക്ക് വീട്ടിലെത്താൻ ഉറപ്പുണ്ടെന്നൊരിക്കലും പറ്റില്ല സഹോദരാ. അതുകൊണ്ട് ചിന്തിച്ചേ, മോശമായ കാര്യങ്ങൾ മാറ്റിവെച്ചോ, അല്ലാഹുവിനെ കണ്ടെടുത്തോ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന പള്ളിയെല്ലാം ശൂന്യമല്ലേ? ബാങ്കിന്റെ ധ്വനി കേട്ടാൽ പോലും പള്ളിക്കുള്ള മുന്നിൽ കൂടി പോരാ കണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, ഒരു ദിവസത്തിൽ വരുമെങ്കിലല്ല എന്റെ പള്ളിയിലേക്കൊന്ന് കയറാ. നിനക്കെന്തുകൊണ്ടാ നിന്റെ മനസ്സിലൊന്ന് കഴിയാതെ പോയത് മുസ്ലിമേ? ഇതൊന്ന് മാറ്റിയെടുക്കേണ്ടത് നാമല്ലേ? നമ്മുടെ മനസ്സുകൊണ്ട് നല്ലൊരു ഉറപ്പ് വരുത്തിക്കോ. അല്ലാഹുവേ, നിനക്ക് വേണ്ടിയിട്ട് ഇന്ന് മുതലാ ഈ ചിക്കന്റെ മുതൽ ഞാൻ നമസ്കരിക്കാമല്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നോമ്പ് പിടിക്കാമല്ല. എന്റെ പ്രിയമുള്ള സഹോദരാ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം കഴിഞ്ഞു പോയല്ലോ. എത്ര പേരുടെ നോമ്പാണ് നല്ലതുപോലെ കിട്ടിയിട്ടുള്ളത്? ആരൊക്കെയാണ് നോമ്പെടുത്തിട്ടുള്ളത്? എന്റെ പ്രിയമുള്ള സഹോദരാ, എന്റെ കൂലിയും മഹത്വങ്ങളൊക്കെ പറയാനുള്ള സമയമല്ലത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയമുള്ള മുസ്ലിമുകളോട് ഞാൻ പറയാ, അല്ലാഹുവിലേക്ക് ഒന്നെടുത്തോ, അല്ലാഹുവിലേക്ക് ഒന്നെടുത്തോ. നബിതങ്ങളെ ഒന്ന് പിൻപറ്റിക്കോ. സിനിമ കണ്ടുകൊണ്ട് സിനിമാ സ്റ്റാറുകളുടെ പുറകിലേക്ക് നീ പോകാതെ, സിനിമ കണ്ടുകൊണ്ട് സിനിമയ്ക്ക് തന്നെ നീ അഡിക്റ്റായിട്ട് മാറാതെ, നിങ്ങൾ വായിച്ചല്ലോ 2 മാസം മുമ്പുള്ള പത്രത്തില് രാജേഷ് എന്ന് പറയുന്ന 8 വയസ്സുള്ള പെണ്ണുമകൾ എന്റെ പ്രിയപ്പെട്ട അമ്പലാരിക്കുന്ന പ്രിയപ്പെട്ട അനുജന്റെ മൂക്കിൽ നോക്കിയിട്ട് ചുടുകട്ട ഇരിച്ചുകൊണ്ട് പൊട്ടിച്ച് മരിപ്പിച്ചെങ്കില എന്റെ പ്രിയമുള്ളവരെ, ആ പെണ്ണുമകനോട് പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചപ്പോ ആ പെണ്ണുമകന്റെ മറുപടി എന്താണ്? ഞാൻ സിനിമ കണ്ടപ്പോൾ ഇതേപോലെ ഞാൻ അതിനകത്ത് കണ്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട അനുജന്റെ ശരീരത്തേക്ക് വെറുതെ ഒന്ന് എടുത്തു വെച്ചതാണ്, മനഃപൂർവ്വം വെച്ചതല്ല എന്ന് പറഞ്ഞെങ്കില്ല. ഇന്നെന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും 10-16 വയസ്സുള്ള മക്കളോടൊപ്പം ഒരുമിച്ചൊരു വീട്ടിന്റെ വീടിനകത്തിരുന്നുകൊണ്ട് അവരുമായിട്ടിരുന്നുകൊണ്ട് സിനിമ കാണുന്ന പെണ്ണുള്ളൂ. അതൊന്ന് മാറ്റാൻ നമുക്ക് സമയമായില്ലേ? എന്നെയും നിങ്ങളെയും കാത്തല്ലാഹുവിന്റെ കബറിരിക്കുകയല്ലേ? 6 മണ്ണിന്റെ ഉള്ളിലേക്ക് പോകേണ്ട പെണ്ണ് അവിടെ മുൻകർമ്മക്കുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവിടെ നമുക്ക് രക്ഷപ്പെടണ്ടേ? അതുകൊണ്ട് അല്ലാഹുവിലേക്കടുത്തേ, അല്ലാഹുവിലേക്കടുത്തേ, അല്ലാഹുവിലേക്കടുത്തേ. തമ്പുരാൻ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും പറഞ്ഞൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا مرشدنا مصطفى محمد. أرحم الراحمമായ തമ്പുരാനെ, കരുണക്കടലായ അല്ലാഹ്, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ ഹന്നാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്നോടല്ലാതെ ചോദിക്കാം ഞങ്ങൾക്ക് വേറൊരു ഇലാഹുമില്ല അല്ലാഹ്. അല്ലാഹുവേ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം നമ്മൾ നിന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞുപോയി. നമ്മളൊക്കെ നിന്നിലേക്ക് 2 കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച പാപികളാണല്ലാഹ്. അല്ലാഹു
അല്ലാഹുവേ ഇനിയും നമ്മളെ തെറ്റിന്റെ പടുകുഴിയിലേക്ക് നമ്മളെ നീ വലിച്ചിഴക്കല്ലേ അല്ലാഹുവേ ഇവിടെ ആരൊക്കെയാണോ ആത്മാർത്ഥമായ രീതിയിൽ സഹായിക്കുന്നത്, എന്ത് കാര്യം കൊണ്ട് സഹായിച്ചാലും നീ സ്വീകരിക്കണേ തമ്പുരാനേ, നീ സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളെല്ലാം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണല്ലാ നമ്മുടെ യാത്രയിൽ അപകടങ്ങളുള്ള പരാജയത്തിന്റെ പായിലേക്ക് നീ വഴിച്ചു വെക്കല്ല പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് നീ കാക്കണം നമ്മുടെ മക്കളെ നീ കാക്കണം നമ്മുടെ ഭാര്യമാരെ നീ കാക്കണം അല്ലാഹുവേ പാപികളാണ് തമ്പുരാനേ, പാപങ്ങൾ നിറഞ്ഞ കരങ്ങളുമായി നിന്നോട് ചോദിക്കുമ്പോ നീ സ്വീകരിക്കാതിരിക്കല്ല അല്ലാഹുവേ നമ്മളിൽ നിന്ന് പലരും മരണപ്പെട്ട് നാരടി മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറവിലാണ് ആ മണ്ണറയെ നീ മണിയറയാക്കി മാറ്റണം അല്ലാഹുവേ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും ഇന്ന് അന്യനാടുകളിലാണ് തമ്പുരാനെ, അവരുടെ തൊഴിൽ നീ ബറക്കത്ത് ചൊരിയണം പൂർണ്ണാരോഗ്യം കൊടുക്കണം പൂർണ്ണാരോഗ്യം കൊടുക്കണേ തമ്പുരാനേ. അല്ലാഹുവേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഭാര്യന്റെ മുഖത്ത് നോക്കി മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് സലാം പറഞ്ഞുകൊണ്ട് പോയവരാണല്ല, തിരിച്ചു മടങ്ങി വരുമ്പോ ചടങ്ങരഞ്ഞ ശരീരങ്ങളുമായിട്ട് നീ മടക്കി അയക്കല്ലേ നീ മടക്കി അയക്കല്ലേ തമ്പുരാനേ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കാ നീ തൗഫീഖ് നൽകണം അല്ലാഹുവേ വർഷങ്ങളോളമായി നിരപരാധിത്വം ഒളിഞ്ഞിട്ടുമല്ല ജയിലിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന് നീ വളരെ പെട്ടെന്ന് മോചനം കൊടുക്കണം ആ മക്കളുടെ വിഷമമൊന്ന് മാറ്റണം ഭാര്യയുടെ വിഷമമൊന്ന് മാറ്റണം അല്ലാഹുവേ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് മോചനം കൊടുക്കണം നീ മോചനം കൊടുക്കണേ അല്ലാഹുവേ ഇവിടെ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ച ആ യുവാക്കളെ നീ സ്വീകരിക്കണം ബദറിൽ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ നീ പെടുത്തണം അല്ലാഹുവേ ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് തമ്പുരാനെ, നീ സ്വീകരിക്കണം അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ മക്കൾക്ക് വേണ്ടിയല്ല ദുആ ചെയ്യാൻ ഒരുപാട് ഉമ്മമാർ സഹായം ചെയ്യുന്നുണ്ട് തമ്പുരാനെ. ഇതുപോലെ ഒരുപാട് ആളുകൾ സംഭാവനകൾ നൽകുന്നല്ല, നീ സ്വീകരിക്കണം നീ കബൂലാക്കണം അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ കുടുംബത്തിലെ പ്രയാസങ്ങൾ മാറാ, കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ മാറാ, കടങ്ങൾ മാറാതെ ആകൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, നീ മാറ്റണം നീ മാറ്റണേ തമ്പുരാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം നീ സ്വീകരിക്കണേ തമ്പുരാനേ. പാപികളാണല്ല, പാപങ്ങൾ ചെയ്ത കൂമ്പാരവുമായിട്ട് നിന്നോട് ചോദിക്കുകയാണ്, നീ സ്വീകരിക്കാതിരിക്കല്ല നീ സ്വീകരിക്കണം നീ സ്വീകരിക്കണം നീ സ്വീകരിക്കണം اللهم لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين آمين برحمتك يا أرحم الراحمين. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله.
പൂനില മഴ പൂത്തതോ പനി നീര് പെയ്യും രാവിതോ കരയുന്ന കണ്ണാലിന്നിതാ നാം തേടിടുന്നു റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് പണ്ഡിതവാരേണ്യരാം അതുപോലെ ഔലിയാക്കളാം അവരുടെ ദുആയില്ലതാ ഈ പാപികൾ നീ ചേർക്കണേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കണ്ണുനീരോടെ ഇതാ കൈ നീട്ടിടും റബ്ബന നീ സ്വീകരിക്കൂ മന്നവ കൃപയേകണേയാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ محمد والآل أهل البيت سلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. وصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.